മുകേഷിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയ്ക്ക് ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ആ അഭിമുഖമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് വളരെ വർഷങ്ങൾക്ക് മുൻപ് അവർ നൽകിയ ഒരു അഭിമുഖമാണ്, അന്നത്തെ ചാനലിൽ നൽകിയ അഭിമുഖമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിക്കും ചേരുന്ന കാര്യങ്ങളല്ല. അത്രത്തോളം ഗാർഹിക പീഡനം അവർ നേരിട്ടിട്ടുണ്ട് എന്നാണ് മുൻ ഭാര്യ വെളിപ്പെടുത്തിയത്. അതിനൊക്കെ ശേഷമാണ് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടി. അപ്പോഴും ആ അഭിമുഖത്തിൽ അവർ പറയുന്ന ഒരു കാര്യം, ഇത്തരം ചില പരാതികൾ നിങ്ങൾ ആരോടോ പറഞ്ഞിട്ടുണ്ട്, ഒരു അഭിമുഖം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ എനിക്ക് സീറ്റ് നഷ്ടമായി എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ രാഷ്ട്രീയവുമായി ഒന്നും ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു, അദ്ദേഹം വിജയിക്കുന്നു. ജനങ്ങൾ ജയിപ്പിച്ചത് തന്നെയാണ്, തർക്കമില്ല. 2018 ഒരു കാസ്റ്റിംഗ് ഡയറക്ടറുടെ പരാതി, അത് അന്ന് മീറ്റു ഒക്കെ വന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. പിന്നീട് 2021 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊന്നും കൂസുന്ന പോലുമില്ല പാർട്ടി എന്നതാണ്. അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നു, അദ്ദേഹം ജയിക്കുന്നു, അതും ഉള്ളതാണ്. പിന്നീട് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബറിൽ സർക്കാരിൻ്റെ പക്കലെത്തിയതാണ്. അതിലുമുണ്ട് കുറേ കാര്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ 2019 കഴിഞ്ഞാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു, പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ ഈ സ്ത്രീ സുരക്ഷ എന്നൊരു ഭാഗത്ത് പറയുന്നു, വേട്ടക്കാരനൊപ്പം അല്ല എന്നൊരു ഭാഗത്ത് പറയുന്നു, പക്ഷെ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? അപ്പോൾ ഈ സ്ത്രീപക്ഷ നിലപാട് എന്നുള്ളത് കൺവിൻസിംഗ് ആണോ സർക്കാരിൻ്റെ? തീർച്ചയായും ഇക്കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോപണ വിധേയനായ വ്യക്തിയെ തന്നെ കഴിഞ്ഞ 4 വർഷം ഹേമ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാർ അതിനുശേഷം അതിന്റെ നയരൂപീകരണ സമിതിയിലേക്ക്, ഹേമ റിപ്പോർട്ടിന്റെ ഒരു സജഷൻ ആയിരുന്നു സിനിമാ നയരൂപീകരണ സമിതി എന്ന് പറയുന്നത്. ആ സമിതിയിലേക്കും ഇദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നു. അതായത് കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ ഏൽപ്പിച്ച CPM എന്ന് വേണമെങ്കിൽ നമ്മൾ പറയേണ്ടി വരും. ഇതിനകത്ത് പാർട്ടി ഭേദമന്യേ ഇതൊരു പാർട്ടി എന്നുള്ള രീതിയിലല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി എന്ത് സ്റ്റെപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വെച്ചിരിക്കുന്നു? തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ഇത്ര കണ്ട്, കേരളം പോലൊരു സാക്ഷര സമൂഹത്തില് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ഇത്ര കണ്ട് അപമാനിക്കപ്പെട്ടു എന്നുള്ളത് ഞെട്ടലോടുകൂടിയാണ് ആ ഒരു യാഥാർത്ഥ്യത്തെ കേരളീയ പൊതുസമൂഹം നോക്കിക്കാണുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കേരളമല്ല, ഒരു വലിയൊരു ബോംബ് പോലെ ഇത്രയധികം പെൺകുട്ടികൾ ഹരാസ് ചെയ്യപ്പെട്ടു, ഇത്രയധികം പെൺകുട്ടികൾ ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയമായി എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ആ റിപ്പോർട്ട് കഴിഞ്ഞ 4 വർഷം സർക്കാർ മൂടിവെച്ച് അതിന് മുകളിൽ അടയിരിക്കുകയും അതിനുശേഷം അതിൽ ഇൻവോൾവ് ആയ പ്രതികളെ സംരക്ഷിക്കുകയും ചെയ്യാണ്. ഇന്നലെ ആരോപണം ഉന്നയിച്ച ഒരു പെൺകുട്ടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ വരെ പോലീസ് തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. അതായത് സ്ത്രീപക്ഷത്താണ് എന്ന് പറഞ്ഞ് വനിതാ മതിൽ കെട്ടുകയും സ്ത്രീകളുടെ ഉന്നമനത്തിനും സുരക്ഷയ്ക്കായും നിലകൊള്ളുന്ന ഒരു സർക്കാരാണെന്ന് പൊതുസമൂഹത്തെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇപ്പോൾ CPM-ന്റെ ന്യായീകരണ ക്യാപ്സ്യൂൾ എന്താണ്? കോൺഗ്രസിന്റെ 2 മുൻ MLA-മാർ രാജിവെച്ചിരുന്നില്ല, സമാനമായ സാഹചര്യത്തിൽ എന്നുള്ള ഒരു ന്യായീകരണ ക്യാപ്സ്യൂൾ അവർ വേണ്ട വിധത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന, ഇദ്ദേഹം മുൻപ് നമ്മളോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞ ജോസ് തെറ്റിയിലിന്റെ കേസ്, സാറേ ജോസ് തെറ്റിയിലിന്റെ കേസ് കൺസെൻഷ്വൽ സെക്ഷൽ ഇന്റർകോഴ്സ് എന്നുള്ള ഡെഫിനിഷനിൽ ഉൾപ്പെടുന്നതാണ്. അതായത് ആ പെൺകുട്ടി കൺസെന്റോടുകൂടിയാണ് അദ്ദേഹത്തിനെതിരെ ഒരു വീഡിയോ ക്ലിപ്പ് റെഡിയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ വളരെ കൺസെന്റോടുകൂടെ അദ്ദേഹത്തെ റൂമിലേക്ക് വിളിച്ചു വരുത്തി അതിനുള്ള മതിയായ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കൺസെന്റോടുകൂടെ അഥവാ സമ്മതത്തോടുകൂടെ അനുവാദത്തോടുകൂടി നടന്ന ഒരു ലൈംഗിക പീഡനം ആണെന്ന് കണ്ടതുകൊണ്ടാണ് അത് ബലാത്സംഗത്തിന്റെ ഡെഫിനിഷൻ ഉള്ളിൽ പെടാതിരിക്കുകയും അത് കൺസെൻഷ്വൽ സെക്ഷൽ ഇന്റർകോഴ്സ് എന്നുള്ള ഒരു ഡെഫിനിഷനിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പൊ മുകേഷിന്റെ കേസിൽ എങ്ങനെയാണ് അതിനകത്ത് ഒരു കൺസെൻഷ്വൽ സെക്ഷൽ ഇന്റർകോഴ്സ് ഇദ്ദേഹത്തിന് ആരോപിക്കാൻ കഴിയുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. കൺസെൻഷ്വൽ ഇന്റർകോഴ്സ് ഈസ് എ വെരി സെപ്പറേറ്റ് ടേം, റേപ്പ് ഈസ് എ വെരി സെപ്പറേറ്റ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കാം. അതായത് ഇപ്പോ ഇതിൽ ഈ FIR തയ്യാറാക്കുന്നതിൽ പോലീസിനൊക്കെ അന്ന് രൂക്ഷ വിമർശനം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ ഇത് ക്വാഷ് ചെയ്യപ്പെട്ടു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാകാം പറഞ്ഞു വരുന്നത് അഡ്വക്കേറ്റ് വിമല.
അതായത് കൺസെൻഷ്വൽ സെക്ഷൽ ഇന്റർകോഴ്സിനെ ഒരു ഡിഫൻസ് ആയിട്ട് മുകേഷ് എടുക്കാൻ പോകുന്നു. അതല്ലെങ്കിൽ ഇത് ബ്ലാക്ക് മെയിലിലൂടെ നടന്ന ഒരു കാര്യമാണെന്ന് വരുന്നു. ഇതൊന്നുമല്ല. ഭരണത്തിന്റെ സ്വാധീന വർഗത്തിൽപ്പെട്ട ഒരാൾ, ഇതിനകത്ത് ഭരണത്തിന്റെ സ്വാധീന വർഗത്തിൽപ്പെട്ട ഒരു MLA, സർക്കാരിന്റെ പ്രതിച്ഛായയായി മാറേണ്ട ഒരാൾ, അദ്ദേഹമാണ് ആരോപണങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ ആരോപണങ്ങളിൽ പ്രതി ചേർക്കപ്പെടുമ്പോൾ ആ കേസ് അന്വേഷിക്കുമ്പോൾ എത്രത്തോളം സർക്കാരിന് സത്യസന്ധമായും നീതിയുക്തമായും ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഓരോ ഗതികളിലും, ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഇരയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയും. ബിക്കോസ് പ്രതി സർക്കാരിന്റെ തന്നെ MLA-മാരിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. സോ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വാധീനം അഥവാ അദ്ദേഹത്തിന് വേണ്ടി വഴങ്ങേണ്ടി വരുന്ന ഒരു അധികാരവർഗം അവിടെയുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരിക്കാൻ കപ്പാസിറ്റി ഉള്ള, ഇതുവരെ ഇതുപോലൊരു ആരോപണം ഉന്നയിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തെ തന്നെ സിനിമാ നയ രൂപീകരണ സമിതിയിലേക്ക് അദ്ദേഹം തന്നെ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ CPM-ന്റെ സ്ത്രീ സംരക്ഷണ ശാസ്ത്രം എവിടെയാണ് നിൽക്കുന്നത്? CPM-ന്റെ മുഖംമൂടികളല്ലേ അഴിഞ്ഞു വീഴുന്നത്? ഞാൻ ചോദിക്കട്ടെ, കള്ളന്റെ കയ്യിൽ ആരെങ്കിലും താക്കോല് കൊണ്ടുപോയി കൊടുക്കൂ? സിമ്പിൾ ലോജിക് അബൌട്ട് ഇറ്റ്. ഇത്രയധികം ആരോപണങ്ങൾ നേരിടപ്പെട്ട മറ്റൊരു വ്യക്തിയിൽ ഇന്ന് സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ കാണുന്നുണ്ടായിരുന്നു, മുകേഷ് തന്നെ ഏറ്റവും കൂടുതൽ സ്കോർ വാങ്ങും എന്ന്. ഞാൻ പറയട്ടെ, ആദ്യം അദ്ദേഹത്തിനെതിരായ പീഡന ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭാഗത്തുനിന്നാണ്. അത് നമുക്ക് ഭാര്യ ഭർത്തൃ തർക്കങ്ങൾക്കിടയിൽ സംഭവിച്ചതാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് CPM MLA സ്ഥാനം നൽകി. പാർലമെന്റിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകി. സബ്സിക്വന്റ് ആയിട്ട് അടുത്ത പരാതി വരുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയിൽ നിന്നാണ്. ആ പരാതിയും അതൊരു സെറ്റിൽമെന്റിലേക്ക് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് MP സ്ഥാനത്തേക്ക് മത്സരിക്കുവാനുള്ള അവസരമാണ് പാർട്ടി ഒരുക്കി കൊടുത്തത്. അപ്പൊ പാർട്ടി ആരുടെ കൂടെ സഞ്ചരിക്കുന്നു? കമ്മ്യൂണിസ്റ്റ് നയങ്ങൾ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആരുടെ കൂടെയാണ്? അത് മാത്രമല്ല, ഏറ്റവും അപലപനീയമായ കാര്യം എന്ന് പറയുന്ന ഈ പെൺകുട്ടികളൊക്കെ നാളെ അതിദയനീയമായ ക്രൂരതകൾക്ക് വിധേയമാക്കപ്പെടും. വീണ്ടും വീണ്ടും അവരൊക്കെ പിച്ച് ചീന്തപ്പെടും എന്നുള്ളതിന് ഉദാഹരണമാണ് ഇന്നലെ ആ പെൺകുട്ടികൾക്കെതിരെ മൊഴി കൊടുത്ത ഒരു പെൺകുട്ടിക്കെതിരെ മൂവ് ചെയ്യപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത്. എവിടെയാണ് സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുവാൻ, സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുവാൻ ഈ പറഞ്ഞതുപോലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ ഒരു സ്ത്രീയെ പരിഗണിക്കുന്നു എന്നെങ്കിലും സർക്കാരിന് പറയുവാൻ കഴിയുന്നത്? സർക്കാരിന്റെ പ്രതിച്ഛായ ഇതോടുകൂടെ പ്രവൃത്തിയിലൂടെ തന്നെയാണ് സ്ത്രീപക്ഷം എന്താ എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കേണ്ടത് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല.